ചില ഓർമ്മകൾ കൂടുതൽ നാൾ നീണ്ടു നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടല്ലേ? നമ്മൾ എല്ലാ കാര്യങ്ങളും ഒരേ അളവിലല്ല ഓർത്തിരിക്കുന്നത്. നമ്മുടെ പല ഓർമ്മകൾക്കും പല ദൈർഘ്യമായിരിക്കും. ചിലപ്പോൾ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ കുഞ്ഞായിരിക്കുമ്പോഴോ ഒക്കെയുള്ള ചില ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ടാവും അല്ലേ? അത്തരം മെമ്മറികളെയാണ് നമ്മൾ ഇമോഷണൽ മെമ്മറീസ് എന്ന് പറയുന്നത്. മിക്കവാറും നമ്മൾ ക്ലാസിക്കലായിട്ട് അതിന് എക്സാമ്പിളായിട്ട് പറയുന്നത് നമുക്ക് നമ്മുടെ ഒരു പക്ഷേ കല്യാണം കഴിഞ്ഞ ഒരു ദിവസത്തെ ഓർമ്മകളോ, അല്ലെങ്കിൽ നമുക്ക് ആദ്യമായി ഒരു കുട്ടി ഉണ്ടായ ഒരു ദിവസത്തെ ഓർമ്മകളോ, അല്ലെങ്കിൽ നമ്മൾ ഗ്രാജുവേറ്റ് ചെയ്ത നമുക്ക് ഡിഗ്രി കിട്ടിയ അല്ലെങ്കിൽ നമ്മളൊരു എക്സാം പാസ്സായ ദിവസത്തെ ഓർമ്മകളോ അവയൊക്കെ ആവാം. ഇത്തരം ഓർമ്മകളുടെ എല്ലാം ഒരു പ്രത്യേകത ഈ ഓർമ്മകളോടൊപ്പം ഒരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഇമോഷണൽ കോമ്പോണൻ്റ് കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഒരുപക്ഷെ അത് സന്തോഷം എന്നുള്ളൊരു ഇമോഷൻ ആവാം, അല്ലെങ്കിൽ വിഷമം എന്ന് പറയുന്നൊരു ഇമോഷൻ ആവാം, എന്തും ആയിക്കോട്ടെ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ കോമ്പോണൻ്റ് കൂടി ഇത്തരം ഓർമ്മകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവ സാധാരണ ഓർമ്മകളെക്കാളും കൂടുതൽ നീണ്ടു നിൽക്കുന്നത്. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ ഗ്രാജുവേഷൻ ഡേയിലേക്ക് നമുക്കൊന്ന് പോവാം. നമുക്ക് ആ ഗ്രാജുവേഷൻ ഡേയോ അല്ലെങ്കിൽ ഈവൻ അതിനു മുമ്പ് നമ്മൾ ഒരു പരീക്ഷ പാസ്സായി എന്ന റിസൾട്ട് അറിഞ്ഞ ദിവസമോ അതിലേക്ക് നമുക്കൊന്ന് പോവാം. ആ ദിവസം നമുക്ക് നന്നായി ഓർമ്മയുണ്ടാവും അല്ലേ, മിക്ക ആളുകൾക്കും. എന്നാൽ അതിന് മുമ്പത്തെ ദിവസമോ അതിന് ശേഷമുള്ള ദിവസമോ നടന്ന കാര്യങ്ങളൊന്നും ഒരു പക്ഷേ മിക്ക ആളുകൾക്കും ഓർമ്മയുണ്ടാവില്ല. അതിൻ്റെ കാരണം ആ റിസൾട്ട് അപ്പം നമ്മൾ അറിഞ്ഞ സമയത്ത് നമുക്ക് സാധാരണ ഉണ്ടാകുന്നതിലും കൂടുതൽ സന്തോഷം അല്ലെങ്കിൽ ജോയ് എന്നൊരു ഇമോഷൻ ഉണ്ടായിട്ടുണ്ട്. ആ ഇമോഷനും നമ്മുടെ ആ മെമ്മറിയും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഇമോഷണൽ മെമ്മറി ആയതുകൊണ്ടാണ് ആ ഒരു ഓർമ്മ ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്നത്. നമ്മുടെ തലച്ചോറിലെ അമിഗ്ഡാല എന്ന പേരുള്ള ചെറിയൊരു സ്ട്രക്ചറുണ്ട്, ഒരു ആൽമണ്ട് ഷേപ്പുള്ള ചെറിയൊരു സ്ട്രക്ചർ. ആ സ്ട്രക്ചറാണ് നമ്മുടെ ഈ ഇമോഷണൽ മെമ്മറീസ് സ്റ്റോർ ചെയ്യുന്നത്. മറ്റ് മെമ്മറികൾ, മറ്റ് ഓർമ്മകൾ, അതേ കാലഘട്ടത്തിലുള്ള മറ്റ് പല കാര്യങ്ങളും മറന്നുപോയാൽ കൂടി ഈ ഇമോഷണൽ മെമ്മറീസ് താരതമ്യേന നീണ്ടു നിൽക്കാറുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമോഷൻസും പല ടൈപ്പുണ്ട്. പോസിറ്റീവ് ഇമോഷൻസ് ഉണ്ട്, നെഗറ്റീവ് ഇമോഷൻസ് ഉണ്ട്. പോസിറ്റീവ് ഇമോഷൻസ് ആയിട്ട് നമ്മൾ സാധാരണ പറയുന്നത് സന്തോഷം, സർപ്രൈസ്, ഇതൊക്കെയാണ്. നെഗറ്റീവ് ഇമോഷൻസും ഉണ്ട്. നമുക്ക് വളരെ വിഷമം ഉണ്ടാക്കുന്ന ചില വാർത്തകൾ, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്ന ചില കാഴ്ചകൾ, അവയൊക്കെ കണ്ടാൽ അതും നമ്മൾ ഒരുപക്ഷെ ദീർഘനാൾ അല്ലെങ്കിൽ ഈവൻ ലൈഫ് ലോങ് ഒരുപക്ഷെ ഓർത്തിരുന്നേക്കാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും അടിസ്ഥാന കാരണം ഇത് തന്നെയാണ്. ആ ഓർമ്മകളോടനുബന്ധിച്ചുണ്ടാവുന്ന വളരെ സിവിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഹൈ ആയിട്ടുള്ള ഒരു ഇമോഷണൽ കോമ്പോണൻറ്റ്. ഇത്തരം ഇമോഷണൽ കോമ്പോണൻറ്റ്സ് നമ്മുടെ അമിഗ്ഡാല എന്ന സ്ട്രക്ചറുമായി കോറിലേറ്റ് ചെയ്താണ് ഈ ഇമോഷണൽ മെമ്മറീസ് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചില കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മൾ ഓർത്തിരിക്കാം. ഈ ഒരു ഫിനോമിനൻ, ഈ ഒരു കാര്യത്തിൻ്റെ ടെക്നിക്കൽ നെയിമാണ് ഇമോഷണൽ മെമ്മറീസ്. ഈ ഇമോഷണൽ മെമ്മറീസിൻ്റെ അടിസ്ഥാനം നമ്മുടെ തലച്ചോറിലെ അമിഗ്ഡാല എന്ന് പറയുന്ന ചെറിയ ഒരു സ്ട്രക്ചറാണ്.